രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IASകാരിൽ ഒരാളാണ് ദിവ്യ തൻവാർ. ഹരിയാനയിലെ മഹേന്ദ്രഗഡ് സ്വദേശിനിയായ ദിവ്യ സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ഒരു പ്രചോദനമാണ്. യാതൊരു കോച്ചിങ്ങും ഇല്ലാതെയാണ് ദിവ്യ തന്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്. ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ പരീക്ഷ അതിലേറെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി 2 തവണ വിജയിച്ച ദിവ്യ തൻവാർ ഏവർക്കും മാതൃകയാണ്. 2021 21-ാം വയസ്സിൽ ആദ്യ ശ്രമത്തിൽ ഒരു പരിശീലന ക്ലാസ്സിനും പോകാതെയാണ് 438-ാം റാങ്ക് നേടി ദിവ്യ IPSകാരിയായത്. എന്നാൽ ദിവ്യയുടെ ലക്ഷ്യം IPS ആയിരുന്നില്ല. അടുത്ത വർഷം വീണ്ടും പരീക്ഷ എഴുതി 22-ാം വയസ്സിൽ IASകാരിയായി. വിജയത്തിലേക്കുള്ള വഴിയിൽ ദിവ്യ പിന്നിട്ട കടമ്പകൾ ഏറെയാണ്. ഹരിയാനയിലെ മഹേന്ദ്രഗഡ് ജില്ലയിൽ നിന്നുള്ള ദിവ്യ സർക്കാർ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് നവോദയ വിദ്യാലയത്തിൽ ചേർന്നു. കണക്കിൽ ബിരുദം നേടിയതിനു ശേഷമാണ് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയത്. അച്ഛന്റെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ദിവ്യയുടെ കുടുംബം സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായി. അമ്മ ബബിത വീട്ടുജോലി ചെയ്താണ് മകളെ പഠിപ്പിച്ചത്. സ്കൂൾ കാലം മുതലേ പഠിക്കാൻ മിടുക്കിയായിരുന്ന ദിവ്യയ്ക്ക് എല്ലാ പിന്തുണയുമായി അമ്മയും ഒപ്പം നിന്നു. ഒരു കോച്ചിങ്ങും ഇല്ലാതെ തന്നെ ദിവ്യ UPSC പ്രിലിമിനറി പരീക്ഷ പാസ്സായി. പിന്നീട് മെയിൻ പരീക്ഷയ്ക്ക് ഓൺലൈനായി ടെസ്റ്റുകളും മറ്റും എഴുതിയാണ് തയ്യാറെടുത്തത്. 2021 ആദ്യ ശ്രമത്തിൽ തന്നെ UPSC പരീക്ഷയിൽ ദിവ്യ 438-ാം റാങ്ക് നേടി. ഹിന്ദി സാഹിത്യമാണ് ഓപ്ഷണലായി എടുത്തത്. എഴുത്തു പരീക്ഷയിൽ 751 മാർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൽ 179 മാർക്കും നേടി ആകെ 930 മാർക്ക് സ്വന്തമാക്കി. അങ്ങനെ ദിവ്യ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർമാരിൽ ഒരാളായി. എന്നാൽ ലക്ഷ്യം IAS ആയിരുന്നതിനാൽ അടുത്ത വർഷം വീണ്ടും സ്വയം പഠിച്ചു പരീക്ഷ എഴുതി. ഇത്തവണ എഴുത്തു പരീക്ഷയിൽ 834 മാർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൽ 160 മാർക്കും നേടി ആകെ 994 മാർക്ക് സ്വന്തമാക്കിയാണ് ദിവ്യ തന്റെ IAS സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇപ്പോൾ മണിപ്പൂർ കേഡറിലെ IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ.